ആശകളാണ് മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്ന ഒരു പ്രധാന ഘടകം. മുൻപോട്ട് നോക്കി പ്രത്യാശിക്കുവാൻ ഒന്നുമില്ല എങ്കിൽ താനേ മടുത്തു പോകും. അതുകൊണ്ടാണല്ലോ പലരും ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നത്. നിത്യതയെക്കുറിച്ചുള്ള വ്യക്തതയാണ് ഈ ആയുസ് അനുഗ്രഹമാക്കുവാൻ ആവശ്യം. അത് എങ്ങനെ ലഭിക്കും? ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ തെസ്സലോനിക്കയിലുള്ള ജനത്തിൽ ഉണ്ടായ മാറ്റം ആശ്ചര്യജനകമാണ്. ജീവിത രീതികളിലും ജീവിത ലക്ഷ്യത്തിലുമെല്ലാം ദൈവം വരുത്തുന്ന അഥവാ വരുത്തുവാൻ ആഗ്രഹിക്കുന്ന മാറ്റമാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ ഒരു ആമുഖ പഠനം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനമാണ് നാം ഇന്നു മുതൽ പഠിക്കുവാൻ ആരംഭിക്കുന്നത്. പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ക്രമം അനുസരിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളുടെ ഏതാണ്ട് അവസാന ഭാഗത്താണല്ലോ ചേർത്തിരിക്കുന്നത്. റോമാലേഖനവും കൊരിന്തി ലേഖനങ്ങളും ഒക്കെ. എന്നാൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ആദ്യത്തേതാണ് ഇത് എന്നത്രേ വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. ഇത് AD 52 53 ആകുന്നു പൗലോസ് എഴുതിയത് എന്ന കാര്യം സ്പഷ്ടമാണ്. തെസ്സലോനിക്ക ഒരു റോമൻ കോളനിയായിരുന്നു. മറ്റ് പല രാഷ്ട്രങ്ങളും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി റോമൻ ഭരണാധികാരികൾ അവർ പിടിച്ചെടുത്ത രാജ്യത്തോടും ജാതിയോടും ചെയ്തിരുന്ന ഒരു വിധമുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ദേശത്തെ പിടിച്ചടക്കിയാൽ സാധാരണ അവരുടെ സംസ്കാരവും സ്വഭാവ രീതികളും മതവും ഭാഷയുമൊക്കെ പിടിച്ചടക്കിയ ആളുകളുടേതാക്കുവാനുള്ള സമ്മർദ്ദങ്ങൾ കാണാറുണ്ട്. അത് എല്ലാ രാഷ്ട്രങ്ങളിലും അങ്ങനെയാണ്. എന്നാൽ റോമാക്കാർ അത് ചെയ്തില്ല. അവർ ഈ പറഞ്ഞതൊന്നും നേരിട്ട് മാറ്റുവാനുള്ള ശ്രമം നടത്തിയില്ല എന്ന് ചുരുക്കം. മറിച്ച് സാമ്രാജ്യം മുഴുവൻ ഭൂമിശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതെന്ന് അവർക്ക് തോന്നിയ ഇടങ്ങളിൽ കോളനികൾ രൂപീകരിച്ചു. റോമൻ കോളനികളായി തീർന്ന ഒരു പട്ടണം ക്രമേണ റോമൻ നിയമങ്ങളും സംസ്കാരങ്ങളും അവരുടെ മാർഗങ്ങളുമൊക്കെ അംഗീകരിക്കുവാനും അനുകരിക്കുവാനും ആരംഭിക്കും. അവിടുത്തെ കടകളിലൊക്കെ വിൽക്കുവാൻ വെച്ചിരിക്കുന്നത് റോമിലെ വിധത്തിലുള്ള വസ്ത്രങ്ങളും വസ്തുക്കളും ആയിരിക്കും. അങ്ങനെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കോളനികൾ ഓരോ ചെറിയ റോം തന്നെ ആയിരുന്നു. തെസ്സലോനിക്ക ഈ പറഞ്ഞതുപോലെയുള്ള ഒരു റോമൻ കോളനി ആയിരുന്നു. അതുമാത്രമല്ല, റോമൻ സാമ്രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു ഈ തെസ്സലോനിക്ക. തെസ്സലോനിക്ക ഫിലിപ്പിയ പട്ടണത്തിൻ്റെ 50 മൈലുകൾ പടിഞ്ഞാറും ഏതൻസിൻ്റെ ഏകദേശം 100 മൈലുകൾ വടക്കും സ്ഥിതി ചെയ്തിരുന്ന പട്ടണമാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ മടിയിലാണ് തെസ്സലോനിക്ക എന്നത്രേ സീസറോ പറഞ്ഞത്. അതെ, അത് സാമ്രാജ്യത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ഹൃദയഭാഗത്തായിരുന്നു എന്ന് ചുരുക്കം. അതുമാത്രമല്ല, മഖദോനിയയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണവും ആയിരുന്നു തെസ്സലോനിക്ക. ആ പ്രദേശത്തുണ്ടായിരുന്ന ചൂടുറവുകൾ കാരണം ആദ്യം ആ പട്ടണത്തിൻ്റെ പേര് തെർമ എന്നായിരുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം വിഭജിച്ചപ്പോൾ ജനറൽമാരിൽ ഒരാളായ കസാൻഡർ BC 316 മാസിഡോണിയ പിടിച്ചെടുത്ത് തെസ്സലോനിക്ക തൻ്റെ ആസ്ഥാനമാക്കി. മഹാനായ അലക്സാണ്ടറുടെ അർദ്ധ സഹോദരിയും കസാൻഡറുടെ ഭാര്യയുമായിരുന്ന തെസ്സലോനിക്കയുടെ ഓർമ്മയ്ക്കായി കസാൻഡർ തെർമയ്ക്ക് തെസ്സലോനിക്ക എന്ന പേര് നൽകി. മനസ്സിലായല്ലോ? ഈ പട്ടണം ഇന്നുമുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഭൂപടം നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും.
ഇന്ന് ഇതിൻ്റെ പേര് സലോനിക്ക എന്നത്രേ. വിശുദ്ധ പൗലോസിൻ്റെ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട തെസ്സലോനിക്കയിലെ സഭ ഒരു മാതൃകാ സഭയായിരുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൽ പൗലോസ് അത് സൂചിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും മാതൃകയായി തീർന്നു. ആ പ്രദേശത്തിന് മൊത്തം ഈ സഭ ഒരു നല്ല സാക്ഷ്യമായിരുന്നു. ആ പ്രദേശത്തെ ഇന്നറിയപ്പെടുന്നത് ഗ്രീസ് എന്ന പേരിലാണല്ലോ. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഈ സഭ കൊരിന്ത് സഭയ്ക്കും ഒരു മാതൃകയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കദോന്യ സഭകൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസിൻ്റെ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയ്ക്ക് മുൻപ് പൗലോസും ബർന്നബാസും തമ്മിൽ പിരിഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുമല്ലോ. പൗലോസ് ശീലാസിനെയും തന്നോടുകൂടെ കൊണ്ടുപോയി. അതുവരെ ബർന്നബാസ് ആയിരുന്നു, ഇപ്പോൾ ശീലാസായി. പോയ വഴിയിൽ അവൻ തിമത്യോസിനെയും ഡോക്ടർ ലൂക്കോസിനെയും കൂടെ കൂട്ടി. ഗലാത്യയിലെ സഭകളെ അവൻ വീണ്ടും സന്ദർശിക്കുകയും അതിനുശേഷം തുർക്കി എന്ന് ഇന്നറിയപ്പെടുന്ന, അന്ന് ഏറ്റവും അധികം ജനങ്ങൾ പാർത്തിരുന്ന ഏഷ്യ മൈനറിൽ ഉൾപ്പെടുത്തി ഒരു വിശാല പ്രദേശത്ത് സഭകൾ രൂപീകരിക്കുവാൻ പൗലോസ് ആഗ്രഹിച്ചു. തൻ്റെ വേല അവിടെ ചെയ്യുവാൻ പൗലോസ് ആഗ്രഹിച്ചു എന്ന് തോന്നുന്നു. കാരണം അവൻ്റെ 3-ാമത്തെ യാത്രയിൽ അവൻ എഫെസോസ് തൻ്റെ ആസ്ഥാനമാക്കിക്കൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായത് ചെയ്തു എന്ന് നമുക്കറിയാം. ഏതാണ്ട് 3 വർഷത്തിലധികം അവൻ അവിടെ പ്രവർത്തിച്ചു. എന്നാൽ അവൻ്റെ 2-ാമത്തെ യാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മാർഗതടസ്സം അവനുണ്ടാക്കി. പൗലോസ് തെക്കോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. അവൻ ബിഥുനയിൽ വരെ പോകുവാൻ പരിപാടിയിട്ടു. എന്നാൽ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് അവനെ തടഞ്ഞു. അവന് വടക്കോട്ടും പോകുവാൻ കഴിയുന്നില്ല, തെക്കോട്ടും സാധിക്കുന്നില്ല, വടക്കോട്ടും സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് ത്രോവാസിൽ കാത്തിരുന്നു. അവിടെ അവന് മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ്റെ ദർശനം ലഭിക്കുന്നത് നമുക്കറിയാമല്ലോ. അങ്ങനെ പൗലോസ് ഫിലിപ്പിയിലേക്ക് പോയി. അവിടെ ചെന്ന് പൗലോസ് ഒരു ചെറിയ കൂട്ടായ്മ ആരംഭിച്ച ഒരു ചെറിയ സഭ. ആദ്യം രക്താംബരം വിൽക്കുന്നവളായ ലുധിയ ആകുന്നു സുവിശേഷം അംഗീകരിച്ച് ദൈവഭാഗത്ത് വന്നത്. അതിനുശേഷം പലരും വന്നു. അങ്ങനെ ഒരു സഭ അവിടെ ജന്മം കൊണ്ടു. തുടർന്ന് പൗലോസ് തെസ്സലോനിക്കയ്ക്ക് പോയി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, അവിടെ അവൻ 3 ശബത്തുകൾ ചെലവഴിച്ചു എന്നത്രേ. 3 ശബത്തുകൾ, അതായത് പൗലോസ് അവിടെ 1 മാസത്തിൽ കുറവേ ഉണ്ടായിരുന്നുള്ളൂ തെസ്സലോനിക്കയിൽ. എന്നാൽ ആ കാലയളവിൽ അവൻ അതുല്യമായ ഒരു സുവിശേഷ പ്രവർത്തനം ചെയ്യുകയുണ്ടായി. പൗലോസ് വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചിരുന്ന ഒരു സുവിശേഷകനായിരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അവിടെ അവൻ അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ചു. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവൻ ഒരു തദ്ദേശ സഭ രൂപീകരിച്ചു എന്ന് മാത്രമല്ല, അതിലെ ജനങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു. സുവിശേഷത്തിന് വലിയ എതിർപ്പുണ്ടായി എന്നതുകൊണ്ട് പൗലോസിന് തെസ്സലോനിക്ക വിട്ട് പോകേണ്ടതായി വന്നു എന്ന് നാം കാണുന്നു. അവൻ പട്ടണത്തിൽ നിന്നും ഓടി ബെരോവയിലേക്ക് ചെന്നു. ശത്രുക്കൾ അവനെ ബെരോവയിലും പിൻചെന്നു. വീണ്ടും പൗലോസ് അവിടെ നിന്നും പോകുവാൻ നിർബന്ധിതനായി. പൗലോസ് ശീലാസിനെയും തിമത്യോസിനെയും ബെരോവയിൽ വിട്ട് താൻ അഥേനയിലേക്ക് പോയി. അഥേനയിൽ ചെന്ന്, അതായത് ഏതൻസ്, അവിടെ കുറച്ച് സമയം കഴിച്ചിട്ട് അവൻ കൊരിന്തിലേക്ക് പോയി. കൊരിന്തിലാണ് തെസ്സലോനിക്കയിലെ വിവരങ്ങളുമായി തിമത്യോസും ശീലാസും പൗലോസിൻ്റെ അടുക്കൽ വന്നത്. തിമത്യോസും തെസ്സലോനിക്കയിലെ വിശ്വാസികളെ അസ്വസ്ഥരാക്കുന്ന ചില പ്രശ്നങ്ങൾ പൗലോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് നമുക്ക് കാണാം. പൗലോസ് ഈ 1-ാമത്തെ ലേഖനം അവരുടെ ചോദ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ സംശയങ്ങൾക്കുള്ള മറുപടി കാണിച്ചുകൊണ്ട് എഴുതിയതാണ്. അവരെ കൂടുതൽ ഉപദേശിക്കുവാനും ആവശ്യമുള്ള ആശ്വാസം അവർക്ക് നൽകുവാനുമായിട്ടാണ് ഈ 1-ാമത്തെ ലേഖനം എഴുതിയത്.
വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കയിൽ 1 മാസത്തിൽ കുറച്ച് മാത്രമേ താമസിച്ചിട്ടുള്ളൂ എങ്കിലും അവൻ സഭയിലെ പ്രധാന ഉപദേശങ്ങളിൽ മിക്കതും, അതെ, ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവുൾപ്പെടെ എല്ലാ ഉപദേശങ്ങളും അവരെ പഠിപ്പിച്ചു. ഈ വിഷയം പുതുതായി വിശ്വാസത്തിലേക്ക് വന്നവർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമായിരിക്കും എന്ന് കരുതി പൗലോസ് പഠിപ്പിക്കാതെ വിട്ടില്ല എന്നോർക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതായി കണ്ട് അവൻ പഠിപ്പിച്ചു. എന്നാൽ നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന നമ്മുടെ പലരുടെയും സഭാവിഭാഗങ്ങളിൽ അതിലെ അംഗങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചും വിശ്വാസികളുടെ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെക്കുറിച്ചും ഒക്കെ കാര്യമായി ഒന്നും അറിയില്ല എന്നത് വിചിത്രമായി, വിരോധാഭാസമായി തോന്നാം. കർത്താവ് വീണ്ടും വരുമെന്ന് പഠിപ്പിച്ചിട്ട് വേണ്ടേ വരവിൻ്റെ വിവിധ മുഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? എന്നാൽ പൗലോസിൻ്റെ നയം അതല്ലായിരുന്നു. തെസ്സലോനിക്ക സഭയ്ക്ക് 1 മാസം പോലും പ്രായമുണ്ടായിരുന്നില്ല. വിശുദ്ധ പൗലോസ് അവരെ ഈ വലിയ ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. എത്ര നല്ല മാതൃകയല്ലേ! വിശ്വാസികൾക്ക് വേണ്ടി കർത്താവ് വീണ്ടും വരുന്നതിനെ പൗലോസ് പഠിപ്പിക്കുകയും ക്രിസ്തുവിൻ്റെ പുനരാഗമനം ആസന്നമാണെന്ന് അവരെ ധരിപ്പിക്കുകയും ചെയ്തു. പൗലോസ് അവരെ സന്ദർശിച്ച് സഭ സ്ഥാപിച്ചിട്ട് പോയതിന് ശേഷം ക്രിസ്തുവിൽ വിശ്വസിച്ച ചില വിശുദ്ധന്മാർ മരിച്ചു. ഇത് സഭയിൽ സ്വാഭാവികമായ ഒരു സംശയത്തിന് കാരണമായി. അതായത്, ഈ മരിച്ചുപോയ വിശുദ്ധന്മാർ ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ വരവിങ്കൽ എടുക്കപ്പെടുമോ എന്നുള്ള സംശയം. ക്രിസ്തു വിശ്വാസികളുമായുള്ള ബന്ധത്തിൽ പൗലോസ് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ ഒരു ആശ്വാസമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതത്ര ഈ ലേഖനത്തിൻ്റെ ചിന്താവിഷയം. ഈ കർത്താവിൻ്റെ വരവ്, അത് മധ്യാകാശത്തിലെ വരവ്, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വരവുമായി വ്യത്യസ്തമാണ്. അത് നാം മനസ്സിലാക്കണം. അന്ന് ആ വരവെങ്കിൽ സകല അനീതിയും തുടച്ചു നീക്കി ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി മഹത്വത്തിൽ വരുന്നതാണ്. നാം മുമ്പോട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കും. ഈ ലേഖനത്തിന് 3 വിധ ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ശ്രദ്ധിച്ചാട്ടെ. 1, സുവിശേഷത്തിൻ്റെ പ്രാഥമിക സത്യങ്ങളിൽ പുതിയ വിശ്വാസികളെ ഉറപ്പിക്കുക. 2, വിശുദ്ധ ജീവിതത്തിൽ മുന്നേറുവാൻ അവർക്ക് വ്യവസ്ഥ ചെയ്യുക. 3, ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. തെസ്സലോനിക്കയിൽ നിലവിലിരുന്ന വിജാതീയത്വത്തിൻ്റെ, അതായത് ജാതികളുടെ പഠിപ്പീരിൻ്റെ നേരെ വിപരീതമായിരുന്നു പൗലോസിൻ്റെ ദൂത്. തെസ്സലോനിക്കയിലെ ഒരു വിജാതീയ ശ്ലോകം ഇപ്രകാരമായിരുന്നു: മരണത്തിന് ശേഷം ഉണരുക എന്നൊന്നില്ല, ശവക്കുഴിക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടില്ല. ശ്രദ്ധിച്ചോ? ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത വാചകങ്ങൾ അല്ലേ? മരണത്തിന് ശേഷം ഉണരുക എന്നൊന്നില്ല, ശവക്കുഴിക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടില്ല എന്ന്. ഇന്നും അനേകരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇപ്രകാരം തന്നെയാണ്. എത്ര വലിയ അബദ്ധമില്ലേ? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ ഊന്നൽ ക്രിസ്തു വിശ്വാസികളുടെ മധ്യാകാശത്തിലേക്കുള്ള എടുപ്പും ക്രിസ്തുവിൻ്റെ സഭയെ ഈ ലോകത്തിൽ നിന്ന് ചേർക്കുവാനായി ക്രിസ്തു വരുന്നതുമാണ്. ക്രിസ്തുവിൻ്റെ വരവ് എന്നത് ഒരു ശുദ്ധീകരിക്കുന്ന പ്രത്യാശയാകുന്നു എന്ന വസ്തുത നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിലേക്ക് തീർച്ചയായും നമ്മെ നയിക്കണം. പ്രവചനത്തെ ചൊല്ലി വളരെയേറെ തർക്കിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഒരുപാടുള്ളപ്പോൾ അതൊക്കെ ഉപയോഗിച്ചങ്ങ് പ്രസംഗിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യരിൽ ഒരുപാട് ജിജ്ഞാസയുമുണ്ട് ഈ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ അറിവുണ്ടെന്ന് നടിച്ച് നടക്കുന്ന അനേകരെ ഇക്കാലങ്ങളിൽ കാണാവുന്നതാണ്. പൊതുജനങ്ങളുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന ഇതുപോലെയുള്ള പ്രവണത നാം വളരെ സൂക്ഷിക്കണം. യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ 1 യോഹന്നാൻ 3:3 യോഹന്നാൻ ഇതേക്കുറിച്ച് പറയുന്നത് ശ്രദ്ധേയമാണ്.
അവിടെ അവൻ പറയുകയാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ പ്രത്യാശയ്ക്ക് നമ്മിൽ ഒരു വിശുദ്ധീകരിക്കുന്ന ഫലം, ഒരു പ്രചോദനം ഉണ്ടാക്കി തരുവാൻ സാധിക്കും എന്നാണ് അർത്ഥം. സഭയുടെ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്നതും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും നിങ്ങൾക്ക് എത്രമാത്രം ആവേശം നൽകുന്നു എന്നുള്ളതിലല്ല ഞാൻ തൽപരൻ. പിന്നെയോ നിങ്ങൾ എപ്രകാരം ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ വലിയ പ്രത്യാശ താങ്കളുടെ ജീവിത രംഗങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? ഇത് താങ്കളുടെ ജീവിതത്തിന് വ്യതിയാനം വരുത്തേണ്ട മഹത്തായ സത്യമാണ്. ഈ പ്രത്യാശ ഉണ്ട് എന്ന് പറയുകയും അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുന്നവർ വാസ്തവത്തിൽ പ്രത്യാശയില്ലാത്തവരാണ്. എന്നാൽ തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ വിഷയത്തിന് വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. 2-ാം ലേഖനം, അതായത് അവിടുത്തെ വിഷയം തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതാണ്. കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ നാം എടുക്കപ്പെടുന്നതും തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി കർത്താവ് ഭൂമിയിലേക്ക് വരുന്നതും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ഇന്ന് അനേകരും ഇതെല്ലാം ആകെ കൂട്ടിക്കുഴച്ചിട്ടിരിക്കുകയാണ്. ആകെ തലതിരിഞ്ഞ് ദൈവശാസ്ത്രമാക്കി താഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു. നാം മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതും കർത്താവ് ഭൂമിയിലേക്ക് വരുന്നതും തമ്മിൽ നാം വേർതിരിച്ചറിയണം. ഇത് 2 കാര്യമാണ്, 2 വരവാണ്. മുൻപോട്ട് പഠിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി നാം തീർച്ചയായും മനസ്സിലാക്കുന്നതാണ്. ഈ ലേഖനത്തെ ഇനിയും പറയുന്ന പ്രകാരം നമുക്ക് വിഭജിക്കാവുന്നതാണ്. വിഷയവിഭജനം. ആദ്യത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോട് വിശ്വാസികൾക്കുള്ള മനോഭാവമാകുന്നു വിഷയം. 2-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ വിശ്വാസികളുടെ പ്രതിഫലം എന്നതാണ് വിഷയം. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരെ നാം വിശ്വാസികളുടെ ജീവിതവും ക്രിസ്തുവിൻ്റെ പുനരാഗമനവും എന്നുള്ള വിഷയമാണ് പഠിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ്. വിശ്വാസിയുടെ മരണവും ക്രിസ്തുവിൻ്റെ പുനരാഗമനവുമാകുന്നു വിഷയം. 5-ാം അധ്യായത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ വീക്ഷണത്തിൽ വിശ്വാസിയുടെ പ്രവർത്തനമാകുന്നു. എത്ര മഹത്തായ ഒരു ലേഖനമില്ലേ? നമുക്ക് ഈ ലേഖനത്തിൻ്റെ ആദ്യത്തെ വാക്യം കൂടി ഇന്ന് പഠിക്കണം. അതിനു മുൻപ് ചിന്തിച്ച് നോക്കിക്കാട്ടെ, എത്ര മഹത്തായ ഒരു ലേഖനത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. പൗലോസും സിൽവനാസും തിമത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വിശുദ്ധ പൗലോസ് സാധാരണ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ഒരു മുഖവുര തന്നെയാണ് ഇത് എന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. മറ്റ് ലേഖനങ്ങളിലും ഇത് തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ചില വ്യത്യാസങ്ങൾ ഉള്ളതിനെ നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തന്നോടൊപ്പം ഈ തെസ്സലോനിക്ക സഭയ്ക്ക് വന്ദനം പറയുവാൻ പൗലോസ് ശീലാസിനെയും തിമത്തിയോസിനെയും കൂടെ കൂട്ടുന്നു. തങ്ങളുടെ റിപ്പോർട്ടുമായി ശീലാസും തിമത്തിയോസും തെസ്സലോനിക്കയിൽ നിന്നും പൗലോസിൻ്റെ അടുത്തേക്ക് വന്നതേ ഉള്ളൂ. അവരുടെ പേരുകൾ കൂടി തന്നോടൊപ്പം ചേർക്കുന്നത് കൊണ്ട് തെസ്സലോനിക്കയിലുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കുമെന്നത് തീർച്ചയാണ്. അതായത് തങ്ങൾ എല്ലാം ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു മനസ്സുള്ളവരാണെന്ന് അവർ മനസ്സിലാക്കും. തങ്ങൾക്ക് ഭിന്നാഭിപ്രായമൊന്നുമില്ല എന്ന ഉറപ്പ് നൽകുകയാണ് വാസ്തവത്തിൽ ഈ പേരുകൾ കൂടി ചേർക്കുന്നത് കൊണ്ട് പൗലോസ് ചെയ്യുന്നത്. ഈ സഹോദരന്മാരോടൊപ്പം അവരുടെ പേര് കൂടി ഉൾപ്പെടുത്തി പറയുന്നത് കൊണ്ട് പൗലോസ് തൻ്റെ താഴ്മ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പൗലോസ് തന്നെ ഈ സഹോദരന്മാരോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ശീലാസും തിമത്തിയോസും അറിയപ്പെടാത്തവരായി അവശേഷിച്ചേനെ. ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഇന്ന് ക്രിസ്തീയ വേലയിൽ അനേകർ ഈ വലിയ സത്യം മറന്നു പോകുന്നു. മറ്റാരും എൻ്റെ ഒപ്പം വരരുത്, വന്നാലും എൻ്റെ വീട്ടിലുള്ളവരെ വരാവൂ.
ആരുടെയും പേര് വെളിയിൽ വരുവാൻ പാടില്ല. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ മകനും, നിവർത്തി കെട്ടാൽ കുടുംബക്കാരിൽ ചിലരും മാത്രം. അതിനപ്പുറത്ത് ആരും എൻ്റെ ശുശ്രൂഷയിലൂടെ അറിയപ്പെടരുത്. ആരുടെയെങ്കിലും പേര് പുറത്തു വന്നാൽ ആകെ കുഴപ്പമാകും എന്ന അരക്ഷിതത്വ ബോധമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് ഓർത്തോണം. മറ്റുള്ളവരെ വിശ്വസിച്ച് ശുശ്രൂഷയിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാത്തവർ വാസ്തവത്തിൽ ശുശ്രൂഷയെ തളർത്തുകയാണ്, വളർത്തുകയല്ല. തീരെ ഇടുങ്ങി ചിന്തിക്കുന്നവരാണ് അങ്ങനെയുള്ളവർ. എന്നാൽ വിശുദ്ധ പൗലോസ് അങ്ങനെ ആയിരുന്നില്ല. അവന് അവൻ്റെ കുടുംബക്കാർ ദൈവമക്കളായിരുന്നു. തന്നോട് തുല്യചിത്തതയുള്ളവരായിരുന്നു ഈ സഹപ്രവർത്തകർ. അവൻ്റെ കുടുംബക്കാരാണവർ. ഞാൻ പറഞ്ഞത്, അല്ലാത്തവർ അവൻ്റെ അടുത്ത ബന്ധുക്കൾ ആയിരുന്നാൽ പോലും അവനത് പ്രശ്നമായിരുന്നില്ല. അവരെ കൂട്ടത്തിൽ കൂട്ടുവാൻ അവൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് ചുരുക്കം. വിശുദ്ധ പൗലോസിൻ്റെ ഭാഗത്തെ അതിമഹത്തായ ഒരു മനോഭാവമായിരുന്നു ഞാൻ ഈ പറഞ്ഞു വന്നത്. അവൻ എല്ലായ്പ്പോഴും തന്നെ തൻ്റെ സഹോദരങ്ങളുമായി താതാത്മ്യപ്പെടുത്തി സംസാരിക്കുന്നതായി കാണുന്നു. ഒന്നാക്കി കർത്താവായ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് അകന്ന് തന്നെ തന്നെ വേർപെടുത്തി ഒരു ഒറ്റ മിഷൻ കൊണ്ട് നടക്കുകയല്ലായിരുന്നു പൗലോസ്. ഇന്നത്തെ എത്ര നല്ല ഒരു മാതൃകയാണ് ഇത്. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നാം ഇന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം എന്തെന്നാൽ, നിങ്ങളുടെ സഭാ ശുശ്രൂഷകനെ, അത് അച്ഛനായിക്കൊള്ളട്ടെ പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, അവരെ അങ്ങ് ഉയർന്ന ഒരു ഇരിപ്പിടത്തിൽ ഇരുത്തിക്കളയരുത്. അദ്ദേഹം നിങ്ങളോടൊപ്പം താണിറങ്ങി വരട്ടെ, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം. പട്ടക്കാരും ആത്മായരും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്ക് തന്നെയാണ്. അതിന് ആത്മായക്കാരെ കുറ്റം പറഞ്ഞതുകൊണ്ട് ആയില്ല. ഇന്ന് ഈ രണ്ട് കൂട്ടർ എല്ലായിടത്തും രണ്ട് ദിശയിൽ മാറി നിൽക്കുകയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് ഇത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ മെനക്കെടണ്ട. ഒരു കൂട്ടർ ചിന്തിക്കുന്നു ഈ പറയുന്ന ആത്മീയം പുലർത്തുവാൻ ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല, അതിനായിട്ടാണ് ഒരു കൂട്ടരെ വേർതിരിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ മറ്റേ കൂട്ടർ കരുതുന്നത് അവരെ എത്രയും അകറ്റി നിർത്തുന്നതാണ് നല്ലത് എന്ന്. ഇന്ന് ഈ വൈദികരും ആത്മായരും തമ്മിൽ ഉണ്ടായിട്ടുള്ള അകലം എന്തുമാത്രം കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നറിയാമോ? വൈദികർ എന്ന് പറഞ്ഞതിനാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗത്തിൻ്റെ ശുശ്രൂഷകരെ അല്ല ഞാൻ അർത്ഥമാക്കിയത്. പിന്നെയോ എല്ലാ സഭയിലെയും ശുശ്രൂഷകരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ നിയമസഭയിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. ഇത് നാം പ്രത്യേകം ഓർക്കണം. എല്ലാ ദൈവമക്കളും രാജകീയ പുരോഹിത വർഗമാണ്. വ്യത്യസ്ത വരങ്ങളുണ്ട്, വിളിയുണ്ട് എന്നത് വാസ്തവമാണ്. അതൊഴിച്ചാൽ എല്ലാവരും ഒരുപോലെയാണ്, തുല്യരാണ്. ആർക്കും ആരെയും ഒഴിച്ചു നിർത്തുവാനോ ഒഴിഞ്ഞു മാറ്റുവാനോ സാധിക്കില്ല. ഒരു പ്രത്യേക വിധത്തിൽ വസ്ത്രധാരണം ചെയ്താൽ ഉടനെ ആരും കൂടിയവരാകുന്നില്ല. വസ്ത്രത്തിൻ്റെ നിറമനുസരിച്ച് കൂടിയവരും കുറഞ്ഞവരുമാകുന്നില്ല. കുറേ പേർ കൂടി ഇങ്ങനെ ഒരു ലൈസൻസ് കൊടുത്തെന്നാൽ സാധാരണ വിശ്വാസികളിൽ നിന്നും അസാധാരണത്വം ഉണ്ടെന്ന് പറയുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടുകയാണത്. ഒരു കൂട്ടർ ഇന്ന് തങ്ങൾ കൂടിയവരാണെന്ന് ചിന്തിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ തങ്ങൾ ആരുമല്ല എന്ന ചിന്തയിൽ ഒതുങ്ങി കഴിഞ്ഞുകൂടുകയാണ്. നോക്കണേ, അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഇന്ന് സഭകളിൽ വളരെയാണ്. വൈദികരും ആത്മായരും തമ്മിലുള്ള ഈ വ്യത്യാസം നമുക്ക് ഇടിച്ചു കളയുവാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ചിന്തിച്ചു നോക്കൂ. ഈ വ്യത്യാസം അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിനാൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സുരക്ഷിതത്വ ബോധം ഇല്ലായ്മ കാര്യമാക്കേണ്ടതില്ല. പുരോഹിത മേധാവിത്വത്തിൻ്റെ തിക്താനുഭവങ്ങൾ വളരെയേറെ അനുഭവിച്ചിട്ടുള്ള ഒരു രാജ്യത്താണ്, ഒരു സമൂഹത്താണ് നാം ജീവിക്കുന്നതെന്ന് ഓർക്കണം. ദൈവവചനപ്രകാരം ഈ പറഞ്ഞ വേർതിരിവ് തെറ്റാണ്. പുതിയ നിയമസഭയിൽ അങ്ങനെ ഒരു വേർതിരിവില്ലതാനും. ക്ലർജി ലൈറ്റി അങ്ങനെയൊന്നില്ല. പുരോഹിതനും ആത്മായനും. നമുക്ക് വേണ്ടി ദൈവം ചിന്തിക്കുന്ന ജീവിത നിലവാരം വളരെ ഉന്നതമായതാണ് എല്ലാവരെക്കുറിച്ചും.
എല്ലാ ക്രിസ്തുവിശ്വാസിയും രാജകീയ പുരോഹിതരാണ്. ഞാൻ തുറന്നു പറയുന്നതിൽ ആർക്കും എന്നോട് വിരോധം തോന്നരുതേ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് സഭാ ശുശ്രൂഷകർക്ക് ശമ്പളം കൊടുക്കുന്നതാണ്. ഈ കാലത്തല്ലാതെ എന്താണ് മാർഗമെന്ന് ചോദിച്ചാൽ വേറെ മാർഗമൊന്നും എനിക്കറിയില്ല. ആർക്കെങ്കിലും ശമ്പളം കൊടുക്കുന്നത് കൊണ്ടല്ല, അതുകൊണ്ടുള്ള അസൂയയുമല്ല. ഒരു ജോലിക്ക് വേണ്ടിയുള്ള തള്ള് വളരെയാകുന്നു. ആത്മീയം എന്നതിനേക്കാൾ അനേകർക്കും താല്പര്യം ഭൗതിക ലാഭങ്ങളാണ്. ഒരു കാര്യം മറക്കരുത്, സഭയിലെ ദുരുപദേശങ്ങൾക്കെല്ലാം വഴിതെളിച്ചിട്ടുള്ളത് സഭയിലെ ഈ ശമ്പളക്കാരാണ്. ഇതിൽ തന്നെ ആത്മാർത്ഥതയും ആത്മീകതയുമുള്ള അനേകരുണ്ട്. അത് ഒരു വലിയ വാസ്തവം തന്നെയാണ്. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. സഭയിൽ ആകെ അപകടകാരികളായ രണ്ടവസ്ഥകളാണുള്ളത്. ഒന്ന്, സ്വയം ഉയർത്തുവാൻ ശ്രമിക്കുന്ന ശുശ്രൂഷകൻ. രണ്ട്, ദൈവവചനം വാസ്തവത്തിൽ പഠിച്ചിട്ടില്ലാത്തതും അതേസമയം തെറ്റായവ ശരിയെന്ന് ധരിച്ച് ബൈബിൾ ആധികാരികതയോടെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആത്മായൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷണം ദൈവവചനം മുഴുവൻ ക്രമാനുഗതമായി പഠിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നീട് പറയുകയാണ്, പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് എന്ന്. ഫിലിപ്പിയിലെ സഭയിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായൊരു ജീവിത രീതിയും ഈ പറഞ്ഞ തെസ്സലോനിക്ക സഭയിൽ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കാളൊക്കെ വ്യത്യസ്തമായ പ്രശ്നങ്ങളുമൊക്കെ ആയിരുന്നിരിക്കാം തെസ്സലോനിക്കക്കാർക്കുണ്ടായിരുന്നത്. എന്നാൽ ഫിലിപ്പിയിലെ സഭയിലെ പോലെ തന്നെ ഈ സഭയും പിതാവായ ദൈവത്തിലും പുത്രനായ യേശുക്രിസ്തുവിലുമുള്ളതായിരുന്നു. പൗലോസിൻ്റെ മറ്റുള്ള ലേഖനങ്ങളിൽ നാം അത് വായിക്കുന്നില്ല. കാരണം പൗലോസ് എഴുതിയ ആദ്യത്തെ ലേഖനം ഇതാണല്ലോ. അവനത് ഒരു പ്രാവശ്യമേ പറയുന്നുള്ളൂ, അത് മതിയല്ലോ. അവൻ അതേ കാര്യം വീണ്ടും പറയുന്നില്ല. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ചോദിച്ചത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അവൻ പറയുന്നത്, യേശുക്രിസ്തുവിലുള്ള ഏതൊരു വിശ്വാസിയും പിതാവായ ദൈവത്തിലും കൂടിയാകുന്നു, ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥാനം കൂടിയാകുന്നു അത് എന്നത്രേ. ഈ ലോകത്തിലെ ഏതൊരു സുരക്ഷിതത്വത്തെക്കാളും ഏറെ സുരക്ഷിതത്വം. എന്നിട്ട് പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്ന്. ഇത് പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും അവൻ ഉപയോഗിച്ച മുഖവുരയാണ്. കൃപ ആദ്യം വരുന്നു, അതിനുശേഷം ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകുന്നു. കൃപയും സമാധാനവും രണ്ടും പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുമാണ് വരുന്നത്. കൃപ പ്രാപിച്ച ഒരുവന് മാത്രമേ ദൈവസമാധാനം ലഭ്യമാകുകയുള്ളൂ. കൃപ രക്ഷയെ കാണിക്കുന്നു, സമാധാനം അതിൻ്റെ ഫലത്തെ കാണിക്കുന്നു. അങ്ങനൊരു അനുഭവത്തിലേക്ക് വരുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ സുഹൃത്തെ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പക്വതയാർന്ന ഒരു നിലവാരത്തിലേക്കാണ് വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കയിലുള്ള ക്രിസ്തു സഭയെ നയിക്കുന്നത്. ഭൗമിക ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലും ഒരുപോലെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അച്ചടക്കമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉതകുന്ന ആലോചനകളാണ് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം. ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായി കാണുന്ന ഏതൊരു വ്യക്തിക്കും ഈ പഠനം നിശ്ചയമായും ഒരു അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ പങ്കെടുത്താലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.